ഈ സമയത്ത് അതെടുത്ത് നിങ്ങളുടെ കൈകളിൽ പിടിക്കാവുന്നതാണ്. പ്രാർത്ഥനയുടെ അവസാന സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ തീർത്ഥജലം, വിശുദ്ധ ജലം തളിച്ച് നിങ്ങളെയും നിങ്ങളുടെ കൈകളിലുള്ള സങ്കടങ്ങളെയും ആശീർവദിച്ചു കഴിയുമ്പോൾ ശുശ്രൂഷകര് 2-3 പേര് ചെന്ന് അത് ഒരു ബക്കറ്റിൽ കളക്ട് ചെയ്ത് അൽത്താരയിൽ വയ്ക്കണം. പിന്നീട് നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ച് കൊണ്ടേയിരിക്കുന്നതാണ്. നമ്മൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഇപ്പൊ 3-ാമത്തെ ആഴ്ചയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അമ്മമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിന്റെ ഒരു സാക്ഷ്യം ഇവിടെ തന്നിട്ടുണ്ട്. ഞാനതൊന്ന് വായിക്കുന്നു. കുറെ പേരുടെ വിശ്വാസ വർധനവിനത് കാരണമാണ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എന്റെ മകന് 16 വയസ്സുണ്ട്. ഒറ്റയ്ക്കൊരു മുറിയിൽ കിടക്കാൻ അവന് ഭയമാണ്. അവൻ പഠിക്കുന്ന സ്കൂളിൽ സൈക്കോളജി വിഭാഗത്തിൽ കൗൺസിലിംഗ് പല തവണകളായി അവന് നൽകിയിരുന്നു. എങ്കിലും ഒരു ഫലം ഉണ്ടായില്ല. ഈ കൗൺസിലിങ്ങിന് 2000 രൂപയാണ് ഒരു പ്രാവശ്യത്തെ കൗൺസിലിങ്ങിന് അതിന്റെ ചിലവ്. ഇവർക്കത് സൗജന്യമായിട്ടാണ് അവർ ചെയ്തുകൊണ്ട്, കാരണം ഫലമില്ലാത്തത് കൊണ്ട് ഫലമുണ്ടാകാൻ വേണ്ടി ഒരുപാട് തവണ ചെയ്തു. മെച്ചമൊന്നും ഉണ്ടായില്ല. അവസാനം മിസ് പറഞ്ഞു, ഞാനെന്നാ ഒരു ഡോക്ടറിന്റെ നമ്പർ തരാം, നിങ്ങൾ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈദികനെ കണ്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് ആ അമ്മ അറിഞ്ഞത്. അവരുടെ സങ്കടങ്ങൾ ഒരു പേപ്പറിൽ എഴുതി കണ്ണീരൊഴുകുന്ന കവിളുകളുമായി അവർ ആ പ്രാർത്ഥനാ നിയോഗം ദൈവസന്നിധിയിൽ ഉയർത്തി. വിശുദ്ധ ജലത്തിന്റെ അഭിഷേകം അതിലേക്ക് കടന്നു വന്നു. അവർ പിന്നീട് പറയുന്നു, ഞാൻ പ്രാർത്ഥിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ എന്റെ മകൻ ഒറ്റയ്ക്ക് റൂമിൽ തനിച്ചു കിടക്കാൻ തുടങ്ങി. ഇത് ഈശോയുടെ പ്രത്യേക കൃപയാണ്. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഇത് അമ്മമാരുടെ കണ്ണുനീരും. ഈ മക്കളെ കുറിച്ച് നമ്മളിപ്പോ ദൈവസന്നിധിയിൽ പ്രത്യേകം സങ്കീർത്തനങ്ങളെന്നുയരട്ടെ, അവലാദികളെന്നുയരട്ടെ, സങ്കടങ്ങളെന്നുയരട്ടെ, പിറവിതപ്പുകളെന്നുയരട്ടെ, തകർന്ന സ്വപ്നങ്ങളുയരട്ടെ, തകർന്ന സ്വപ്നങ്ങളുയരട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ധൂമകലശത്തിൽ നിന്ന് ഉയരുമ്പോലെ നിന്റെ ഹൃദയത്തിന്റെ ആവാസതലങ്ങളിലേക്ക് സ്തുതിപ്പുകൾ വരട്ടെ. പോലെ 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗത്തോളം ഉയരട്ടെ. സങ്കടങ്ങളെ നടപട്ടി ഒഴുകട്ടെ, സങ്കടങ്ങളെ നടപട്ടി ഒഴുകട്ടെ. നിരാശകൾ ഈശോയുടെ പക്കൽ വരട്ടെ. പ്രത്യാശയുള്ള ഹൃദയം ഉയരട്ടെ. പ്രതീക്ഷയോടെ ദൈവത്തെ സ്തുതിച്ച് ഈശോയെ നന്ദി, ഈശോയെ